കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് സോഡിയം കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താ ആവശ്യം വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് വലിയൊരു സർജറി ചെയ്തതാണ്. ഈ സർജറി ചെയ്യാൻ കാരണം എന്തായതാണ്? അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്നല്ലായിരുന്നു. അവന് ജസ്റ്റ് പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് മറിഞ്ഞു. ആ വണ്ടി മറിഞ്ഞ് തലക്ക് ക്ഷതയേറ്റു. അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പം ചെറിയൊരു വണ്ടി വീഴ്ചയിൽ നിന്നും അപകടം ഉണ്ടാവാൻ കാരണം എന്തായിരുന്നു? ഹെൽമെറ്റ് ധരിച്ചില്ല എന്നുള്ളതാണ്. ആ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ 100% ഈ ഒരു അപകടാവസ്ഥ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് പലർക്കും ബോധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ആ ഒരു പയ്യനാണെങ്കിലും അവൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്, വണ്ടിയിൽ ഹെൽമെറ്റ് ഉണ്ട്. കുറച്ചങ്ങോട്ടുള്ള യാത്രയൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെൽമെറ്റ് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ അടുത്ത് വണ്ടി നിർത്തി കുറച്ചങ്ങോട്ട് ഷോപ്പിലേക്ക് പോകണം. നമ്മൾ ഹെൽമെറ്റ് ചിലപ്പോൾ ഇത് എടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നമ്മൾ വെക്കാതെ പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരൊറ്റ ചെറിയൊരു നിമിഷത്തിലെ അശ്രദ്ധയാണ് അവൻ ദൈവത്തിൻ്റെ സ്തുതി കൊണ്ട് അവൻ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ജീവൻ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ഇത് ആശുപത്രി കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിവേഗ അപകടങ്ങൾ മാത്രമല്ല, ചെറിയ വീഴ്ചകൾ പോലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഒരു ഹെൽമെറ്റിന് ഇപ്പോൾ വെറും 1000 രൂപ വില വരുന്നൊരു ഹെൽമെറ്റിന് ഒരു ആയുഷ്കാലമാണ് നൽകേണ്ടി വരുന്നത്. ഒരു സെക്കൻഡ് വേണമെങ്കിൽ ഒരു ജീവിതം തകർക്കാം. ഹെൽമെറ്റിന് വില 1000 രൂപ. ജീവിതത്തിനോ വില കണക്കാക്കാനേ പറ്റില്ല. ഒരിക്കലും നമ്മൾ ചെറിയൊരു യാത്രയിലാണെങ്കിൽ പോലും ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യരുത്. ഹെൽമെറ്റ് ധരിക്കുക. ഓരോ യാത്രയും ഓരോ തവണയും നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമല്ല, നമ്മുടെ കുടുംബവും മറ്റൊരുപാട് പേരും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ജീവിതമാണ് നമ്മൾ മറന്നു പോകരുത്.